السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആരാധിച്ച് വരുന്നതിനും ചില ഭക്ഷ്യവസ്തുക്കളെ ഹറാമാക്കിയതിനും മുശ്രിക്കുകൾ പറയാറുള്ള ഒരു ന്യായമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് എല്ലാ കാര്യവും സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളും അനുഷ്ഠിച്ചു വരുന്ന ഈ സമ്പ്രദായങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ഉണ്ടായതാണ്. അവൻ ഉദ്ദേശിച്ചതാകുമ്പോൾ അതെല്ലാം അവൻ തൃപ്തിപ്പെട്ടതും ആയിരിക്കും. അവൻ തൃപ്തിപ്പെടാത്ത കാര്യം അവൻ ഉദ്ദേശിക്കുകയും സംഭവിപ്പിക്കുകയുമില്ല. എന്നിരിക്കെ ഞങ്ങളെപ്പറ്റി ആക്ഷേപിക്കുന്നതിന് അർത്ഥമില്ല എന്നൊക്കെയാണ് മുശ്രിക്കുകളുടെ ന്യായവാദത്തിൻ്റെ താല്പര്യം. റസൂലുകളുടെ നിയോഗത്തെയും വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തെയും ചോദ്യം ചെയ്യൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിൻ്റെ നേരെയുള്ള പരിഹാസം, ഇതൊക്കെയാണ് ഈ വാദത്തിൻ്റെ പിന്നിലുള്ളത്. ഈ വാദത്തിന് ഇവിടെ അള്ളാഹു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ഇവർ മാത്രമല്ല, ഇവരുടെ മുമ്പും പലരും ഇവരെപ്പോലെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും അള്ളാഹു അനുവദനീയമാക്കിയതിനെ നിഷിദ്ധമാക്കലും ഉണ്ടായിട്ടുണ്ട്. ആരും തന്നെ റസൂലുകളുടെ മാർഗദർശനം ലഭിക്കാതെ പിഴച്ചു പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ റസൂലുകളെ സംബന്ധിച്ചിടത്തോളം സത്യമാർഗം പ്രബോധനം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ എല്ലാവരെയും നേർമാർഗത്തിലാക്കുക എന്ന ബാധ്യത അവർക്ക് ഇല്ല. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.